ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങളുടെ സോജൻ സാറ്. നിങ്ങൾക്ക് ചിലർക്ക് എന്നെ പരിചയമുണ്ടാകും. എന്റെ വീട് പള്ളിയുടെ അടുത്തുള്ള സെന്റ് വിൻസെന്റ് പോൾ കോൺവെന്റ് റോഡിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും കണ്ണുകളൊക്കെ അടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥനയിലേക്ക് കടക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ പാഠഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ഇതിലെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി അങ്ങേക്ക് ഇഷ്ടമുള്ളവരായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. 6ാം ക്ലാസ്സില് നമ്മള് പരിശുദ്ധ ബൈബിളിനെ പറ്റിയാണ് പഠിക്കുന്നത്, അല്ലെ? പരിശുദ്ധ ബൈബിളില് നമ്മള് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളുണ്ട് എന്നൊക്കെ 1ാമത്തെ പാഠത്തില് നമ്മൾ പഠിച്ചതാണ്. അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് പ്രകാശം നൽകുന്നതാണ് ബൈബിൾ. അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് പ്രകാശം നൽകുന്നതാണ് ബൈബിൾ. ഇന്നത്തെ സാഹചര്യത്തിലെ COVID-19 നമ്മുടെ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരും പലവിധ ക്ലേശങ്ങളാലും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആശുപത്രികളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് പലർക്കും ജോലി നഷ്ടമായി, ബിസിനസ് ഇല്ല, കടകൾ തുറക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ലോക്ക്ഡൌൺ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ പലവിധ ക്ലേശങ്ങൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തില് ഒരു ഇരുട്ട്, ഒരു അന്ധകാരം നമ്മുടെ ജീവിതത്തില് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ ബൈബിളിനുള്ള പ്രസക്തി അത് ഭയങ്കര വിലപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് 6ാം ക്ലാസ്സില് ഈ ബൈബിളിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. ഇന്നത്തെ കാലഘട്ടത്തില് നമുക്ക് ഏറ്റവും ആശ്വാസം തരുന്ന ഈ ബൈബിളിനെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നത് തന്നെ നമ്മളെ ഭാഗ്യവാന്മാരാക്കുന്നു. നമ്മള് ഈ കാലഘട്ടങ്ങളിൽ ബൈബിളിൽ തുറന്നു വായിക്കണം. ബൈബിളിലെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന പല വചനങ്ങളുമുണ്ട്. സാന്ത്വനം നൽകുന്ന പല വചനങ്ങളുമുണ്ട്. ശക്തിപ്പെടുത്തുന്ന, പ്രത്യാശ പകരുന്ന പല ദൈവവചനങ്ങളിലൂടെ ദൈവം ബൈബിളിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ബൈബിള് എല്ലാ ദിവസവും അനുദിനം നമ്മള് തുറന്നു വായിക്കണം. 2 മിനിറ്റെങ്കിലും നമ്മള് എല്ലാ ദിവസവും തുറന്നു വായിക്കാനായിട്ട് കുട്ടികളായ നമ്മള് സമയം കണ്ടെത്തണം. 1ാമത്തെ പാഠത്തില് ബൈബിളിലെ 2 ഭാഗങ്ങളുണ്ടെന്ന് പഠിച്ചു. പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. അങ്ങനെ 73 പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ലൈബ്രറിയാണ് ബൈബിൾ എന്ന് നമ്മൾ 1ാമത്തെ പാഠത്തില് പഠിച്ചു. 2ാമത്തെ പാഠത്തില് നമ്മൾ പഠിച്ചത് നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം
അബ്രഹാമിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ പഠിച്ചത് അബ്രഹാം ദൈവഭയമുള്ളവനായിരുന്നു. അബ്രഹാമിന് കാനാനിൽ വെച്ച് ദൈവം അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്യുന്നു. നിന്നെ ഞാനൊരു അനേകം ജനതകളുടെ പിതാവാക്കുമെന്ന് അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്യുന്നു. പക്ഷേ അബ്രഹാമിന്റെ ഭാര്യയായ സാറായ്ക്കും വർഷങ്ങളായിട്ടും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. ഇസ്ഹാക്ക് എന്ന പേരായ ഒരു മകൻ ഉണ്ടാവുന്നു. ആ ഇസ്ഹാക്കിനെ ദൈവം അബ്രഹാമിനോട് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഏറെ വിഷമത്തോടുകൂടി അബ്രഹാം തന്റെ മകനെയും കുട്ടിയും മോറിയ മലയിൽ ചെന്ന് ബലിയർപ്പിക്കുന്നു. ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോ ദൈവം തടഞ്ഞുകൊണ്ട് അബ്രഹാത്തിനോട് പറയുന്നു, നിന്റെ വിശ്വാസം ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ വിശ്വാസികളുടെ പിതാവാക്കും എന്ന് അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്യുകയാണ്. അങ്ങനെ അബ്രഹാം ജനതകളുടെ ഈ വരാനിരിക്കുന്ന എല്ലാ ജനതകളുടെയും വിശ്വാസികളുടെ പിതാവായിട്ട് ദൈവം അബ്രഹാമിനെ ഉയർത്തുകയാണ്. ഇതൊക്കെ രണ്ടാമത്തെ പാഠത്തില് പഠിച്ചതാണ്. ഇനി നമ്മള് പഠിക്കാൻ പോകുന്നത് വിശ്വസ്തനായ ജോസഫിനെ പറ്റിയാണ്. വിശ്വസ്തനായ ജോസഫ്, മൂന്നാമത്തെ പാഠത്തില് വിശ്വസ്തനായ ജോസഫിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജോസഫ് എന്ന് കേൾക്കുമ്പോ നമ്മൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഔസേപിതാവിനെയാണ്, അല്ലെ? ഔസേപിതാവ്, ഈശോയുടെ വളർത്തുപിതാവായ ഔസേപിതാവിനെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ബൈബിളില് പ്രധാനമായിട്ടും 3 ജോസഫിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് പഴയ നിയമത്തിലെ ജോസഫ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പിന്നെ പുതിയ നിയമത്തില് യേശുവിന്റെ വളർത്തുപിതാവായ ജോസഫ്, പിന്നെ യേശുവിന്റെ സംസ്കാരത്തിൽ പങ്കെടുത്ത അരിമത്യക്കാരനായ ജോസഫ്. അങ്ങനെ 3 ജോസഫിനെ നമുക്ക് പ്രധാനമായിട്ടും ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പഴയ നിയമത്തിലെ ജോസഫിനെ പറ്റിയാണ്. പൂർവപിതാവായ അബ്രഹാമിന് ഇസ്ഹാക്ക് എന്ന മകനുണ്ടായിരുന്നു, അല്ലെ? ഈ ഇസ്ഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു. ഒന്നാമൻ ഏസാവ്, രണ്ടാമൻ യാക്കോബ്. ഇസ്ഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു. ഒന്നാമൻ ഏസാവ്, രണ്ടാമൻ യാക്കോബ്. യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. ഈ 12 മക്കളിൽ 11ാമനായിരുന്നു ജോസഫ്. യാക്കോബിന്റെ 12 മക്കളിൽ 11ാമനായിരുന്നു ജോസഫ്. യാക്കോബിന് വാർദ്ധക്യത്തിലുണ്ടായ മകനാണ് ജോസഫ്. അതുകൊണ്ട് ഈ ജോസഫിനോട് യാക്കോബിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹവും ഒരു ആകർഷണവും ഉണ്ടായിരുന്നു. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ യാക്കോബിന് ആദ്യം കൊണ്ട് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർ തന്നെ ഇളയ കുട്ടികളോട് കൂടുതൽ സ്നേഹവും വാത്സല്യവും കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ യാക്കോബിന് ഈ ജോസഫിനോട് കൂടുതൽ വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ജോസഫ് ചെറുപ്പം മുതലേ മറ്റു സഹോദരന്മാരെ പോലെ ആയിരുന്നില്ല. ഒരു പ്രത്യേക ദൈവാനുഗ്രഹം കിട്ടിയ ഒരു കുട്ടിയായിരുന്നു. അവൻ ദൈവസ്നേഹത്തിലും
ദൈവഭയത്തിലും മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചും സഹോദരങ്ങളെയൊക്കെ മാനിച്ചും ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഈ ജോസഫ്. അപ്പൊ യാക്കോബ് ഈ ജോസഫിനെ കൂടുതൽ സ്നേഹിക്കുന്നത് ജോസഫിന്റെ മറ്റ് 11 സഹോദരങ്ങൾക്കും അത്ര ഇഷ്ടമായിരുന്നില്ല. അവരോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് മറ്റു സഹോദരങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. ഒരിക്കല് ഈ യാക്കോബ് തന്റെ ജന്മദിനത്തില് ഒരു നീണ്ട മേലങ്കി, ഒരു നീണ്ട കുപ്പായം ജോസഫിന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ഇത് മറ്റ് സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അതുപോലെ തന്നെ ജോസഫിന്റെ സഹോദരങ്ങൾക്ക് ഈ നീണ്ട കുപ്പായം അവന് മാത്രം കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ജോസഫിന് മറ്റൊരു ഗുണം ഉണ്ടായിരുന്നത് അവന് സ്വപ്നം കാണാനും സ്വപ്നം വ്യാഖ്യാനിക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. നമ്മൾ സ്വപ്നമൊക്കെ കാണാറുണ്ട് അല്ലെ? ചില സ്വപ്നങ്ങള് നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല എന്താണ് കാണുന്നതെന്ന്. ചില കാരണവന്മാരൊക്കെ പറയാറുണ്ട് വെളുപ്പിനെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ നടക്കും എന്നൊക്കെ ചില കാരണവന്മാരൊക്കെ നമ്മളോട് പറഞ്ഞ് തന്നിട്ടുമുണ്ട്. ചില സ്വപ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തില് നടന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ ജോസഫ് ഇങ്ങനെ സ്വപ്നം കാണുന്നവനും അത് പ്രത്യേകം വ്യാഖ്യാനിക്കാൻ കഴിയുന്നവനുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് ജോസഫിന്റെ സഹോദരന്മാരും വയലിൽ പണിയെടുക്കുകയായിരുന്നു. അവിടെ വയലിൽ കറ്റകളൊക്കെ ഇങ്ങനെ കെട്ടി അവര് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോസഫ് തന്റെ കറ്റ കെട്ടി, തന്റെ സഹോദരന്മാര് കറ്റ കെട്ടി. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ജോസഫിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു, സ്വയം എഴുന്നേറ്റ് നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ 11 സഹോദരന്മാര് കെട്ടിയ കറ്റകൾ എഴുന്നേറ്റ് വരുന്നു. ജോസഫിന്റെ കറ്റയെ നോക്കിക്കൊണ്ട് ഈ 11 സഹോദരന്മാരുടെ കറ്റകൾ വണങ്ങി നിൽക്കുന്നു. ഇതാണ് സ്വപ്നം. അപ്പൊ ഇത് ജോസഫ് സ്വാഭാവികമായും തന്റെ സഹോദരന്മാരോട് പറയുന്നു. ഇപ്പൊ സഹോദരന്മാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവർ ചിന്തിച്ചത് എന്താണ്? ഇനി ഞങ്ങളെല്ലാം നിന്റെ അടിമകളായി ഇങ്ങനെ വരണമെന്നാണോ നീ സ്വപ്നം കാണുന്നത്? ഭാവിയിൽ നിന്റെ അടിമകളായി ഞങ്ങൾ നിന്റെ മുമ്പിൽ താണു വണങ്ങി നമസ്കരിക്കുമെന്നാണോ ഈ സ്വപ്നത്തിന്റെ അർത്ഥം? എന്നൊക്കെ പറഞ്ഞ് അവനോട് ഈ സഹോദരന്മാർക്ക് എപ്പോഴും ഒരു മാനസികമായിട്ട് അവര് ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അവൻ വേറൊരു സ്വപ്നം കാണുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ജോസഫിന്റെ മുമ്പില് താണു വണങ്ങി നിൽക്കുന്നു. അപ്പൊ ഇത് ജോസഫ് തന്റെ കുടുംബത്തിൽ അവതരിപ്പിച്ചപ്പോൾ യാക്കോബ് വഴക്ക് പറഞ്ഞു. ഞങ്ങളെല്ലാവരും, യാക്കോബും അമ്മയും ഈ 11 സഹോദരങ്ങളും ഒക്കെ ജോസഫിന്റെ മുമ്പില് ഭാവിയില് താണ് വണങ്ങി നിൽക്കേണ്ട ഒരു സ്വപ്നമാണോ നീ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ജോസഫിനെ യാക്കോബ് ശകാരിക്കുക. അങ്ങനെ ഇതൊക്കെ ഈ ജോസഫിന്റെ സ്വപ്ന വ്യാഖ്യാനമൊക്കെ സഹോദരങ്ങൾക്ക് ഒരു മുറിവുറപ്പ് ഉണ്ടായി. ഒരിക്കല് ജോസഫ് തന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് യാക്കോബിന്റെ നിർദ്ദേശപ്രകാരം
പോവുകയാണ്. സഹോദരന്മാരെ ആട് മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് ഈ ജോസഫിനെ ബലമായിട്ട് പിടിച്ച് ഒരു പൊട്ടക്കിണറ്റിലേക്ക്, ഇവിടെ അടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് അവനെ തള്ളിയിടുകയാണ്. ഇതിന്റെ ചെറിയൊരു ദൃശ്യാവിഷ്കാരം നമുക്ക് കണ്ടാലോ? കാണാം. This is the only chance you'll ever have to be done with him. That's right. To assume our rightful place once the old man's gone. Do it! Do it! Your mind. You can't spill a brother's blood. Have you thought of the curse which will fall upon us if we do this? Stop it! Stop it now before it's too late! Stop what? Ignore him. Don't speak to boys who come to work in groom's clothing. We come in search of more tales to tell. Father wants a report, and he thinks I'm the one to do the job. He told me... Forget what he told you. You report on me, and it'll be the last thing you do! Simeon! I'll do as Father instructed. Simeon, stop it! I'll do as Father tells me. And your warning smells of too much wine. Hold him back! Stop it, അപ്പോഴാണ് അതിലൂടെ ഈജിപ്തിലേക്ക് കച്ചവടത്തിന് പോകുന്ന കുറച്ച് പേര് ഇവർ കാണുന്നത്. അപ്പോ ഈ 11 സഹോദരന്മാരും ആലോചിച്ചു, ഇവനെ പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കച്ചവടക്കാർക്ക് ഇവരെ മറച്ചു വിൽക്കാം. കുറച്ച് പൈസ നമ്മുടെ കയ്യിലേക്ക് എത്തും. ഇനി സ്വന്തം സഹോദരനെ കൊന്നെന്നുള്ള ദൈവത്തിന്റെ കോപവും ഒഴിവാക്കാം. അങ്ങനെ ഈ ജോസഫിനെ ഈജിപ്തിലേക്ക് പോകുന്ന കച്ചവട സംഘത്തിന് ഇവര് വിൽക്കുകയാണ്. അങ്ങനെ ഇവന്റെ യാക്കോബ് ജോസഫിന് കൊടുത്ത നീണ്ട മേലങ്കി ഇവര് ഊരിയെടുത്തു. എന്നിട്ട് അതിനകത്ത് ഒരു ആടിനെ കൊന്ന ആടിന്റെ രക്തം പെരട്ടി ഈ 11 സഹോദരന്മാര് ജോസഫിന്റെ പിതാവായ യാക്കോബിന്റെ അടുത്തെത്തി. എന്നിട്ട് യാക്കോബിനോട് വിവരിച്ചു, ഒരു വന്യമൃഗം ജോസഫിനെ ആക്രമിച്ചു, അവൻ മരിച്ചുപോയി, അവന്റെ വസ്ത്രം ഇതാ എന്ന് പറഞ്ഞ യാക്കോബിന്റെ അടുത്ത് ഈ വസ്ത്രം ഏൽപ്പിച്ചു. യാക്കോബ് വളരെ ദുഃഖിതനായി, തന്റെ ഏറെ സ്നേഹിച്ചിരുന്ന പുത്രൻ മരിച്ചുപോയെന്ന് അറിഞ്ഞപ്പോൾ ഏറെ ദുഃഖിതനായി. അങ്ങനെ ജോസഫ് ഈജിപ്തിലെ കച്ചവടക്കാർക്ക് വിറ്റത് നേരത്തെ പറഞ്ഞല്ലോ. ജോസഫ് ഈ കച്ചവടക്കാരൻ കൂടി ഈജിപ്തിലേക്ക് എത്തുകയാണ്. ഈജിപ്തില് കച്ചവടക്കാര് പൊത്തിഫർ എന്ന് പറഞ്ഞ ഈജിപ്തിലെ ഒരു ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പൊത്തിഫർ. പൊത്തിഫർ അവിടുത്തെ കാവൽപ്പടയുടെ സേനാ നായകനും കൂടിയാണ്. ഈ പൊത്തിഫറിന്റെ വീട്ടില് ജോസഫിനെ ജോലിക്ക് വെക്കുകയാണ്. അപ്പൊ ഈ ജോസഫ് ജോലികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ വിശ്വസ്തനാണ്, അല്ലെ? നമുക്കറിയാം, ദൈവഭയമുള്ളവനാണ്, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ പൊത്തിഫറിന്റെ സ്നേഹം ജോസഫിന് കൂടുതൽ എത്തിപ്പറ്റി. അങ്ങനെ ജോസഫ് വളരെ വിശ്വസ്തനായി ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കല് പൊത്തിഫറിന്റെ ഭാര്യ ജോസഫിന് ആകൃഷ്ടനായിട്ട് ജോസഫിന്റെ കൂടെ പാപം ചെയ്യാനായിട്ട്, അവളോടുകൂടി ശയിച്ചുകൊണ്ട് പാപം ചെയ്യാനായിട്ട് ജോസഫിനെ നിർബന്ധിക്കുകയാണ്. ജോസഫ്
നീതിമാനും ദൈവഭയമുള്ളവനാകയാല് ഇങ്ങനെയൊരു കാര്യത്തിന് ജോസഫ് കൂട്ടുനിൽക്കുമോ? ഇല്ല. ജോസഫ് അതിൽ നിന്നും പിന്മാറും. അപ്പോ ഈ പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് കൂടുതൽ വിരോധമുണ്ടായി. അവള് ഒരു ചെറിയ കള്ളക്കേസ് ഉണ്ടാക്കി അവിടെ എല്ലാവരെയും പറഞ്ഞു വരുത്തി ജോസഫിന്റെ മേല് കുറ്റം ആരോപിച്ചുകൊണ്ട് ജോസഫിനെ അവിടുത്തെ കാരാഗൃഹത്തിലേക്ക് അടക്കാനായിട്ട് പൊത്തിഫറിനെ നിർബന്ധിച്ചു. അങ്ങനെ ജോസഫ് ഈജിപ്തിലെ കാരാഗൃഹത്തിലായി. കാരാഗൃഹത്തിലായ ഈ ജോസഫിന്റെ കൂടെ കർത്താവിന്റെ കരം കൂടെ ഉണ്ടായിരുന്നു. ജോസഫ് തടവറയിൽ കഴിയുമ്പോൾ തന്നെ എല്ലാവരുടെയും സംപ്രീതിക്ക് ഊതനായി. തടവറക്കാരുടെ സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അവിടെ തടവറയില് എല്ലാവരെയും സഹായിച്ചുകൊണ്ട് നല്ലൊരു വ്യക്തിയായിട്ട് തടവറയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫറവോ ഒരു വലിയ ഒരു സ്വപ്നം കാണുന്നത്. ഫറവോയെ ആകെ ഒലച്ച ഒരു സ്വപ്നമായിരുന്നു. അപ്പൊ ഫറവോ ആ രാജ്യത്തെ മുഴുവൻ ശബരക്കാരെയും മന്ത്രവാദികളെയൊക്കെ വിളിച്ചിട്ട് ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാനായിട്ട് എല്ലാവരെയും ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ്. എല്ലാവരും വ്യാഖ്യാനിച്ചു. പക്ഷേ ഫറവോ അതൊന്നും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായിട്ട് ഫറവോനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫറവോയുടെ പാനപാത്രവാഹകൻ പണ്ടത്തെ തടവറയിലായിരുന്നു. ജോസഫിന്റെ കൂടെ തടവറയിലായിരുന്നു. ഈ പാനപാത്രവാഹകൻ ഫറവോയോട് പറയുന്നത്, തടവറയിലെ ജോസഫ് എന്ന പേരായ ഒരാളുണ്ട്. അയാള് ഞാൻ പണ്ട് തടവറയിലായിരിക്കുമ്പോൾ എന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ പാനപാത്രവാഹകന്റെ ആവശ്യപ്രകാരം ഫറവോ ജോസഫിനെ തടവറയിൽ നിന്ന് ഫറവോയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ ഫറവോയുടെ സ്വപ്നം എന്താണെന്ന് പറയും. അപ്പോ ഈ ജോസഫ് ഈ ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. സ്വപ്നം ഇതാണ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാണ്. ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ, അനേക വർഷങ്ങള് വളരെ ദുരിതം നിറഞ്ഞ കുറച്ച് വർഷങ്ങളാണ്. മഴയില്ല, കൃഷികളൊക്കെ നശിക്കും. അങ്ങനെ വളരെ ദുരിതം നിറഞ്ഞ, കൃഷികളെല്ലാം നശിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അനേക വർഷങ്ങൾ. അപ്പോ നമ്മളൊരു കാര്യം ചെയ്യാനുള്ളത്, ഈ സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത്, ഇനി വരുന്ന വർഷങ്ങളില് നമ്മൾ കൂടുതല് ധാന്യങ്ങള് ശേഖരിച്ചു വെക്കണം. ദുരിതമുള്ള കാലത്ത് ഉപയോഗിക്കുവാനായിട്ട് കൂടുതൽ ധാന്യങ്ങള്, കൂടുതൽ ഭക്ഷ്യവസ്തുക്കളൊക്കെ നമ്മൾ ശേഖരിച്ചു വെക്കണം. അതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് ജോസഫ് ഫറവോയോട് പറയുക. അപ്പൊ ഈ ജോസഫിന്റെ വ്യാഖ്യാനം ഫറവോയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഫറവോയ്ക്ക് അത് ശരിയാണെന്ന് തോന്നി. ഇതിന് പ്രത്യുപകാരമായിട്ട് ഫറവോ ജോസഫിനെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് ഈജിപ്തിലെ ഫറവോ കഴിഞ്ഞാൽ തൊട്ടടുത്ത ഭരണാധികാരിയായിട്ട് ഈ ജോസഫിനെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ തന്റെ സഹോദരന്മാരെ പൊട്ടക്കിണറ്റിലിട്ട് കച്ചവടക്കാർക്ക് വിറ്റ് പൊത്തിഫറിന്റെ വീട്ടിൽ ജോലി ചെയ്ത് തടവറയിലായ ജോസഫ് ഇപ്പൊ എവിടെ എത്തി? ഈജിപ്തിലെ മുഖ്യ ഭരണാധികാരിയെ. അതിന്റെ ദൃശ്യാവിഷ്കാരം നമുക്ക് കണ്ടാലോ? കാണാം. 7 withered ears of grain which devoured the ripe ones.
God has revealed to Pharaoh what he intends to do. Yes? Pharaoh's dreams are one and the same. The 7 fine cows and 7 ripe ears of grain represent 7 years of plenty. The 7 wretched cows and 7 shriveled ears of grain are years of great want. There will be 7 years of famine, my lord. It would call for a man of exceptional talent. That excludes each of you. Potiphar, perhaps. The answer is obvious. There could be no better man for this job than this man himself. Can we find anyone endowed with the Spirit of God as he is? I think not. Well said, wife. Now, hear the word of Pharaoh. Ra on earth, God as man. You shall be my chancellor. And all my people shall respect your orders. Only this throne shall set me above you. I make you the governor of all of Egypt. I set you over my house, my people, my entire kingdom. Without your consent, no man shall lift up hand or foot in all of Egypt. Your name shall be Zaphenath-Paneah. ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചതുപോലെ തന്നെ ആ നാട്ടിൽ ലോകം മുഴുവൻ വലിയൊരു ക്ഷാമം ഉണ്ടായി. ഈജിപ്തില് അവര് നേരത്തെ തന്നെ ജോസഫിന്റെ ആഹ്വാനപ്രകാരം നേരത്തെ തന്നെ അവര് ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ശേഖരിച്ച് വെച്ചേക്കുന്ന കാരണം ഈജിപ്ത് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വലിയ ക്ഷാമം നേരിട്ടു. ജനങ്ങളെല്ലാം ദുരിതത്തിലായി. ഇസ്രായേലിലെ യാക്കോബും ജോസഫിന്റെ ഈ 11 സഹോദരന്മാരും ഒക്കെ ഇസ്രായേലിലാണ്. അവരൊക്കെ ഈ ക്ഷാമത്തിൽ ഉൾപ്പെട്ടു. അപ്പോ അവിടെ ഈജിപ്തിന്റെ എല്ലാ ദേശങ്ങളിലുമുള്ള അടുത്ത രാജ്യങ്ങളിലുള്ള എല്ലാ ആളുകളും ഈജിപ്തിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ തേടി ഇവിടെ എത്തപ്പെട്ടു. അങ്ങനെ ഈ ജോസഫിന്റെ ഈ 11 സഹോദരന്മാരും ഭക്ഷ്യം ശേഖരിക്കുന്നതിന് വേണ്ടി ഈജിപ്തിലേക്ക് കടന്നു വന്നു. ജോസഫിന്റെ മുമ്പില് അവര് തങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജോസഫിന്റെ മുമ്പിൽ അവര് താണു വണങ്ങി അപേക്ഷിക്കുകയാണ്. പക്ഷെ അത് ജോസഫാണെന്ന് ഈ 11 സഹോദരന്മാർക്കും അറിയില്ലായിരുന്നു. വർഷങ്ങൾ നീണ്ടുപോയല്ലോ. പക്ഷെ ജോസഫിന് അറിയാമായിരുന്നു അത് തന്റെ 11 സഹോദരന്മാരാണ്. ജോസഫ് ഇവർക്ക് വെളിപ്പെടുത്തുകയാണ്, നിങ്ങള് പണ്ട് ഒരാളെ പൊട്ടക്കിണറ്റിലിട്ടത് ഓർമ്മയില്ലേ? അവര് പരസ്പരം നോക്കി. അവർക്ക് മനസ്സിലായി ജോസഫാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അവര് ഭയപ്പെട്ടു. പണ്ട് ജോസഫിനോട് ചെയ്ത കാര്യങ്ങള് ഓർത്തുകൊണ്ട് ജോസഫ് ഇവരോട് പ്രതികാരം ചെയ്യുമോ എന്ന് ഇവർക്ക് ഭയമായി. അങ്ങനെ ഇരിക്കുമ്പോ ജോസഫ് ഇവർ കരുതിയ പോലെ
ജോസഫ് ഇവരോട് പ്രതികാരമൊന്നും ചെയ്യാൻ പോയില്ല. ജോസഫ് ദൈവഭയമുള്ളവനായിരുന്നു അല്ലെ. ജോസഫ് ഇവരോട് നിരുപാധികം ക്ഷമിക്കുകയാണ്. തന്നെ പൊട്ടക്കിണറ്റിലിട്ട് കൊല്ലാൻ ശ്രമിച്ച തന്റെ സഹോദരന്മാരോട് ജോസഫ് ക്ഷമിക്കുകയാണ്. അവർക്ക് വേണ്ട ധാന്യങ്ങളും ഭക്ഷ്യവിഭവങ്ങളും ഒക്കെ ജോസഫ് അവർക്ക് കൊടുക്കുകയാണ്. അവരുടെ നാട്ടിലേക്ക് അയച്ച് യാക്കോബിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ജോസഫ് ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ ജോസഫ് ഈ ഇസ്രായേൽ മക്കളെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണ് അന്ന് വന്നതെങ്കിലും സ്ഥിരമായിട്ട് ഇസ്രായേൽക്കാരെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവിടെ ഈജിപ്തില് ഇസ്രായേൽക്കാരെ പാർപ്പിക്കുക. ഇതാണ് ഈ പാഠത്തില് അടങ്ങിയിരിക്കുന്നത്. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ജോസഫ് എന്ന പേരായ യാക്കോബിന്റെ 11ാമത്തെ മകനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താണത്? ഒന്ന്, ക്ഷമ. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കണം. എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കണം. എന്നോട് തെറ്റ് ചെയ്യുന്നവനോട് ഞാൻ ക്ഷമിക്കണം അല്ലെ. ജോസഫിനോട് തെറ്റ് ചെയ്ത സഹോദരന്മാർക്ക് എതിരെ ജോസഫ് ആയുധമെടുത്തില്ല, അവരോട് ക്ഷമിച്ചു. പിന്നെ എന്താണ് ജോസഫിൽ നിന്ന് പഠിക്കാനുള്ളത്? ജോസഫ് എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി. പൊത്തിഫറിന്റെ വീട്ടില് പൊത്തിഫറിന്റെ ഭാര്യ പാപത്തിന് പ്രേരിപ്പിച്ചപ്പോൾ ആ പാപത്തിൽ നിന്നും ജോസഫ് ഒഴിഞ്ഞു മാറി. പിന്നെ എന്താണ് ജോസഫിന്റെ നല്ല ഗുണങ്ങള്? ജോസഫ് നല്ലൊരു നേതാവായിരുന്നു. എല്ലാവർക്കും ഭക്ഷ്യ സാധനങ്ങള് വിതരണം ചെയ്ത്, ഇപ്പോ ഈജിപ്തില് ഭക്ഷ്യസാധനങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാം. പക്ഷെ ജോസഫ് എല്ലാവർക്കും തുല്യമായിട്ട് അതൊക്കെ വീതിച്ചു കൊടുത്തു. മറ്റു രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ വീതിച്ചു കൊടുത്തു. നല്ലൊരു നേതാവായിരുന്നു, നല്ലൊരു ഭരണാധികാരിയായിരുന്നു. ജനനന്മയ്ക്കായിട്ട് പ്രവർത്തിച്ചു. ഇപ്പൊ ജോസഫിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഇതിലുള്ള നല്ല സന്ദേശങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്കാവണം. പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവണം. പിന്നെയോ ജനനന്മയ്ക്കായിട്ട് പ്രവർത്തിക്കണം. ഇതാണ് നമ്മൾ ഇന്ന് വിശ്വസ്തനായ ജോസഫ് എന്ന പാഠത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ട സന്ദേശം. നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥനയിലേക്ക് കടക്കാം. പിതാവായ ദൈവമേ, ജോസഫിനെ പോലെ ഞങ്ങളുടെ ദൈവഭയമുള്ളവരാകുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരാകുവാനും പാപസാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും ജനനന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ.